ഹായ് ഹലോ നമസ്കാരം. ബയോളജി ക്ലാസ്സസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോ ലെസണിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ജാനുവരി 22 മുതൽ നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നടക്കാൻ പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ട 3 എപ്പിസോഡുകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. അതിനകത്ത് നമ്മൾ പൂർണ്ണമായും ചിത്രം വരക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ചോദ്യങ്ങളാണ് ചിത്രങ്ങൾ വരയ്ക്കാനുള്ളത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യനുകളിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് ഇൻസ്ട്രക്ഷൻസ് നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പറിൽ സാധാരണ കാണുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻസും കമ്പൽസറി ആണ്. എന്തൊക്കെയാണോ നിങ്ങൾക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസ് അതൊക്കെ നിങ്ങളുടെ സ്കൂൾ ലാബിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നതാണെന്ന് പറയുന്നു. ഒപ്പം തന്നെ നിങ്ങൾ പോകുമ്പോൾ നിർബന്ധമായിട്ടും ഒരു വൈറ്റ് പേപ്പറും ഒരു ടവലോ ഒരു കോട്ടൺ ക്ലോത്തോ കൊണ്ടുപോകുന്നത് എപ്പോഴും നന്നായിരിക്കും. നിങ്ങൾക്ക് എക്സാം പ്രിപ്പറേഷൻ ടൈം 10 മിനിറ്റ് ആയിരിക്കും. 20 മാർക്കിനാണ് സുവോളജി പ്രാക്ടിക്കൽ പരീക്ഷ. മൊത്തം 1.5 മണിക്കൂർ. ധാരാളം സമയമുണ്ട്. അടിപൊളിയായിട്ട് പരീക്ഷ എഴുതാം. ഓക്കെ, നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ഗിവൺ പിക്ചർ ഓർ ഫോട്ടോഗ്രാഫ് ഓഫ് ദ ഗിവൺ ഇൻവെർട്ടിബ്രേറ്റ് ആനിമൽ. റൈറ്റ് വൺ ഐഡന്റിഫൈങ് ക്യാരക്ടർ ഓർ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓർ വൺ അഡാപ്റ്റേഷൻ. ഇത്രയേ ചോദ്യം ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ ലാബിനകത്ത് ഒന്നാമത്തെ ക്വസ്റ്റ്യനായിട്ട് അവിടെ വെച്ചിട്ടുണ്ടാവുക ഏതോ ഒരു ഇൻവെർട്ടിബ്രേറ്റ് ആനിമലിൻ്റെ ചിത്രമായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഫോട്ടോ ആയിരിക്കും. എന്നിട്ട് നിങ്ങൾ പോയിട്ട് അത് ഏത് ജീവിയാണെന്ന് കണ്ടെത്തുക. എന്നിട്ട് അതിൻ്റെ ഐഡൻറ്റിഫൈങ് ക്യാരക്ടറോ എക്കണോമിക് ഇമ്പോർട്ടൻസോ അഡാപ്റ്റേഷനോ എഴുതാം. ഇത് 3 എഴുതണമെന്ന് ചോദിച്ചാൽ വേണ്ട. നിങ്ങളുടെ സ്കൂളിലേക്ക് വരുന്ന അധ്യാപകൻ പറയും നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഒന്നെങ്കിൽ ഐഡൻറ്റിഫൈങ് ക്യാരക്ടർ എഴുതാൻ പറയും, അല്ലെങ്കിൽ എക്കണോമിക് ഇമ്പോർട്ടൻസ് എഴുതാൻ പറയും, അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ എഴുതാൻ പറയും. അപ്പോൾ ഏതാണ് ഇതിനകത്തുനിന്ന് ചോദിക്കുക. എന്തായാലും ആ ജീവിയെ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഏതാണ് ഇതിനകത്ത് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളത് എന്നുള്ളത്, അതായത് ഐഡൻറ്റിഫൈങ് ക്യാരക്ടർ എഴുതണോ, എക്കണോമിക് ഇമ്പോർട്ടൻസ് എഴുതണോ, അഡാപ്റ്റേഷൻ എഴുതണോ എന്നുള്ളത് വരുന്ന അധ്യാപകൻ തീരുമാനിക്കും. അപ്പോൾ നിങ്ങൾ ആ ജീവിയെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1/2 മാർക്ക് ലഭിക്കും. അതിനെക്കുറിച്ച് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ഐഡൻറ്റിഫൈങ് ക്യാരക്ടറോ എക്കണോമിക് ഇമ്പോർട്ടൻസോ അഡാപ്റ്റേഷനോ ഏതെങ്കിലും ഒരു പോയിന്റ് എഴുതിയാൽ മതിട്ടോ. ഒന്നായിട്ട് വാരി വലിച്ച് എഴുതണ്ട. പക്ഷേ പഠിക്കുന്നത് വൃത്തിയിൽ പഠിക്കുക. അതിനെക്കുറിച്ച് എഴുതി കഴിഞ്ഞാൽ 1/2 മാർക്ക്, മൊത്തം 1 മാർക്കാണ് ഇതിനകത്തുള്ളത്. ഐഡൻറ്റിഫിക്കേഷൻ ഒരിക്കലും തെറ്റരുത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ സാധാരണ നമ്മുടെ സിലബസിനകത്തുള്ളത് ഹൈഡ്ര ചോദിക്കാം, ലിവർ ഫ്ലൂക്ക് ചോദിക്കാം, അസ്കാരിസ് ചോദിക്കാം, ലീച്ച് ചോദിക്കാം, എർത്ത് ചോദിക്കാം, പ്രോൺ ചോദിക്കാം, സിൽക്ക് വോം ചോദിക്കാം, ഹണീബി ചോദിക്കാം, സ്നേലി ചോദിക്കാം, സ്റ്റാർ ഫിഷ് ചോദിക്കാം. ഇതിനകത്തുനിന്ന് ഏതെങ്കിലും ഒരു ചിത്രമോ ഫോട്ടോഗ്രാഫോ അവിടെ വെച്ചിട്ടുണ്ടാവും. അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഉറപ്പായിട്ടും ചോദിക്കും. ഒപ്പം തന്നെ അതിനകത്തുള്ള ഐഡൻറ്റിഫൈങ് ക്യാരക്ടർ എഴുതണോ, എക്കണോമിക് ഇമ്പോർട്ടൻസ് എഴുതണോ, അഡാപ്റ്റേഷൻ എഴുതണോ എന്നുള്ളത് വരുന്ന അധ്യാപകൻ തീരുമാനിക്കും. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചിത്രത്തിലേക്ക് കടക്കാം. ഏതാണ് ഈ ചിത്രം എന്ന് വേഗത്തിൽ പറയൂ. അതെ, ഇതെന്താണ്? ഹൈഡ്രയാണ്. അപ്പോൾ ഹൈഡ്രയുമായി ബന്ധപ്പെട്ട നമുക്ക് ചില പ്രത്യേകതകൾ പോയിന്റുകൾ പഠിക്കാം. ഈസി പോയിന്റുകൾ മാത്രം നമുക്ക് പഠിക്കാം. ഓക്കെ, ഹൈഡ്രയുടെ ഐഡൻറ്റിഫൈങ് ക്യാരക്ടറുകൾ ഏതൊക്കെയാണ്? നമുക്ക് എളുപ്പമുള്ളത് മാത്രം പഠിക്കും അല്ലേ. ഏറ്റവും നല്ലത് പഠിക്കാൻ ഏറ്റവും നല്ലത് ഏതാണെന്നറിയോ? പ്രസൻസ് ഓഫ് ടെൻഡക്കിൾ. ഹൈഡ്രക്ക് എന്താ ഈ ഹെയർ പോലത്തെ ഈ സ്ട്രക്ചറുകളെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ടെൻഡക്കിൾ ഉണ്ടെന്ന് എഴുതാം. ഒരു പോയിന്റ് കൂടി നമുക്ക് പഠിക്കാം, അതായിരിക്കും ഈസി. അതിനെന്തുണ്ട്? ഗ്യാസ്ട്രോവാസ്കുലർ ക്യാവിറ്റി. ഇതിനകത്തുള്ള ഈ ക്യാവിറ്റിയെ വിളിക്കുന്ന പേര്, അതിനകത്തുള്ള ക്യാവിറ്റിയെ വിളിക്കുന്ന പേരാണ് ഗ്യാസ്ട്രോവാസ്കുലർ ക്യാവിറ്റി. ഇതാണ് ഐഡൻറ്റിഫൈങ് ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രസൻസ് ഓഫ് ഗ്യാസ്ട്രോവാസ്കുലർ ക്യാവിറ്റി ഉണ്ട്, പ്രസൻസ് ഓഫ് ടെൻഡക്കിൾ ഉണ്ട്. ഇനി ഇതിൻ്റെ അഡാപ്റ്റേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് എഴുതുക? അഡാപ്റ്റേഷൻ എഴുതൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്തു? ഇതേപോലെ തന്നെ വീണ്ടും ഇത് തന്നെ എഴുതുക. ടെൻഡക്കിളുണ്ട്. ടെൻഡക്കിൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ചെങ്ങായിക്ക് ഫുഡ് ലഭിക്കുന്നു, ഇതിനെ ലോക്കോമോഷന് സഹായിക്കുന്നു എന്ന് പറയും. ഇതിന് പുറമെ ഇവൻ്റെ ബോഡിയിലും ടെൻഡക്കിളും ഒരു വസ്തു ഉണ്ട്, അതിൻ്റെ പേര് നിഡോബ്ലാസ്റ്റ് എന്ന് പറയും. ആ നിഡോബ്ലാസ്റ്റ് ഉപയോഗിച്ച് ആങ്കറിങ്ങിന് സഹായിക്കുന്നു, ഡിഫൻസിന് സഹായിക്കുന്നു, ഇര പിടിക്കാൻ സഹായിക്കുന്നു. ഇതാണ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റ് എഴുതിയാൽ മതി. ഒന്നായിട്ട് വാരി വലിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഐഡൻറ്റിഫൈങ് ക്യാരക്ടർ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഗ്യാസ്ട്രോവാസ്കുലർ ക്യാവിറ്റി ഉണ്ട്, ടെൻഡക്കിളുണ്ട്. ഏതെങ്കിലും ഒരു പോയിന്റ് പഠിക്കുക. പക്ഷേ 2 എപ്പോഴും പഠിച്ചു പോകുന്നത് നല്ലത്. അവിടെ എത്തുമ്പോൾ ഒന്നെങ്കിലും നമുക്ക് നന്നായിട്ട് ഓർമ്മയുണ്ടാവും. ഇനി എന്താ അഡാപ്റ്റേഷൻ? അഡാപ്റ്റേഷൻ വീണ്ടും ചെയ്താൽ ടെൻഡക്കിളുണ്ട്. ടെൻഡക്കിൾ ഉപയോഗിച്ച് ലോക്കോമോഷന് സഹായിക്കുന്നു, ഫുഡ് ഗ്യാതറിങ്ങിന് സഹായിക്കുന്നു. പിന്നെ നിഡോബ്ലാസ്റ്റ് ഉണ്ട്. നിഡോബ്ലാസ്റ്റ് എന്തിനാണ്? ആങ്കറിങ്ങിനെ സഹായിക്കുന്നു, ഡിഫൻസിന് സഹായിക്കുന്നു, ഒപ്പം തന്നെ ക്യാപ്ചർ ഓഫ് പ്രേക്ക് സഹായിക്കുന്നു. ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഹൈഡ്ര കഴിഞ്ഞു. ഇനി ഇതേതാ ജീവി നിങ്ങൾ പറയൂ, വേഗം പറയൂ അല്ലേ. ഡോർസോ വെൻട്രലി ഫ്ലാറ്റ് ഉണ്ട്, ലീഫ് ലൈക്ക് ബോഡിയൊക്കെ ആണ് അല്ലേ. ഏതാണിത്?
അതെ, ഇതിൻ്റെ പേരാണ് ലിവർ ഫ്ലൂക്ക് എന്ന് പറയുന്നത്. ഈ ലിവർ ഫ്ലൂക്കിൻ്റെ ഐഡൻറ്റിഫയിങ് ക്യാരക്ടർ ചോദിക്കാം, അഡാപ്റ്റേഷൻ ചോദിക്കാം, എക്കണോമിക് ഇമ്പോർട്ടൻസ് ചോദിക്കാം. ആദ്യം ഐഡൻറ്റിഫയിങ് ക്യാരക്ടർ ഏതെങ്കിലും രണ്ടെണ്ണം നമുക്ക് പഠിക്കാം അല്ലേ. ഡോർസോ വെൻട്രലി ഫ്ലാറ്റൻഡ് ലീഫ് ലൈക്ക് ബോഡിയിലെ ഡോർസൽ സൈഡും വെൻട്രൽ സൈഡും പരന്നിട്ട് ലീഫ് ലൈക്ക് ബോഡിയാണെന്ന് പഠിക്കാം. ഇതിന് എന്തു സക്കറുണ്ട്? ഓറൽ സക്കറുണ്ട് എന്നുള്ളതും പഠിക്കാം. അത് നല്ല 2 പോയിന്റാണ്. ഡോർസോ വെൻട്രലി ഫ്ലാറ്റൻഡ് ലീഫ് ലൈക്ക് ബോഡിയാണ്, ഓറൽ സക്കറുണ്ട്. അതാണ് ഐഡൻറ്റിഫയിങ് ക്യാരക്ടർ പഠിക്കേണ്ടത്. ഇനി അഡാപ്റ്റേഷൻ എന്താണ്? ഇതിന് എന്തുണ്ട് എന്ന് ഞാൻ പറഞ്ഞു, ഓറൽ സക്കറുണ്ട്. ഇത് ഉപയോഗിച്ചുകൊണ്ട് ഇവൻ എൻഡോ പാരസൈറ്റ് ആണല്ലോ, മറ്റു ജീവികളുടെ ശരീരത്തിനകത്ത് ജീവിക്കുന്ന ജീവിയാണല്ലോ. ഇവൻ എന്ത് ചെയ്യും? ആ ഹോസ്റ്റിൻ്റെ അകത്ത് അറ്റാച്ച്മെൻറ്റിന് സഹായിക്കും. ആ ഹോസ്റ്റിനകത്ത് അള്ളിപ്പടിച്ച് നിൽക്കാൻ എന്തുകൊണ്ട് സഹായിക്കും? ഈ ഓറൽ സക്കർ കൊണ്ട് സഹായിക്കും. സോ ഓറൽ സക്കർ ഹെൽപ്പ് ഇൻ ദ അറ്റാച്ച്മെൻറ്റ് ഓഫ് പാരസൈറ്റ് വിത്തിൻ ദ ഹോസ്റ്റ്. അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ ഈ പോയിന്റ് പഠിച്ചോളൂ. അഡാപ്റ്റേഷൻ, ദേ ഹാവ് എനീറോബിക് റെസ്പിറേഷൻ. ഓക്സിജൻ വേണ്ടാതെ അവായു ശ്വസന രീതിയാണ് ഇത് അഡോപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഇനി എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്താണ്? സാമ്പത്തിക പ്രാധാന്യം എന്താണ്? ഇവിടെ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാകുന്നത്. കാരണം ഈ ലിവർ ഫ്ലൂക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ എന്ത് ചെയ്യും? ഫാസിയോളാസിസ് അല്ലെങ്കിൽ ലിവർ റോട്ട് എന്ന് പറയുന്ന അസുഖം ഉണ്ടാക്കും. ഇതിൻ്റെ ഫലമായി ധാരാളം ചെമ്മരിയാടുകൾ അതുണ്ടാവുക. ചെമ്മരിയാടുകൾ നശിക്കും. ഇറ്റ് വിൽ കോസ് എ ഗ്രേറ്റ് എക്കണോമിക് ലോസ് ടു ഫാർമേഴ്സ്. അപ്പോൾ ചെമ്മരിയാടിനെ വളർത്തുന്ന ധാരാളം പേർക്ക് പിന്നെ ജോലി നഷ്ടമാവും, ചെമ്മരിയാടിൻ്റെ എണ്ണം കുറയും. ഓക്കെ, അപ്പോൾ ഈ 3 പോയിന്റുകളുണ്ട്. ഐഡൻറ്റിഫയിങ് ക്യാരക്ടർ ചോദിക്കാം, അഡാപ്റ്റേഷൻ ചോദിക്കാം, എക്കണോമിക്കും. ഇതിൽ 3 ഐഡൻറ്റിഫൈ ചെയ്യാൻ എന്തായാലും ചോദിക്കും. ഇത് ഏത് ചിത്രമാണ് നിങ്ങളോട് ചോദിക്കും. അപ്പോൾ നിങ്ങൾ പറയാം ലിവർ ഫ്ലൂക്കാന്ന് പറയാം. ഒപ്പം തന്നെ ഏതെങ്കിലും 2 ഐഡൻറ്റിഫയിങ് ക്യാരക്ടർ പഠിക്കുക. എന്താണ്? ഡോർസോ വെൻട്രലി ഫ്ലാറ്റൻഡ് ലീഫ് ലൈക്ക് ബോഡി, ഓറൽ സക്കർ ഉണ്ട്. ഇനി അതിൻ്റെ അഡാപ്റ്റേഷൻ എന്താ? അഡാപ്റ്റേഷൻ അതിന് ജീവിക്കാനുള്ള അനുകൂലനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഓറൽ സക്കർ ഉപയോഗിച്ചുകൊണ്ട് ഹോസ്റ്റിനകത്ത് അറ്റാച്ച്മെൻറ്റിന് സഹായിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഇതിന് എന്ത് റെസ്പിറേഷനാണ്? എനൈറോബിക് റെസ്പിറേഷനാണ്. എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്താണ്? ഇവൻ ലിവർ റോട്ട് എന്ന് പറയുന്ന അസുഖം ഉണ്ടാക്കും. ഇറ്റ് വിൽ കോസ് എ ഗ്രേറ്റ് എക്കണോമിക് ലോസ് ടു ദ ഓർഗാനിസം. മിക്കവാറും ഇതിനകത്ത് ഐഡൻറ്റിഫയിങ് ക്യാരക്ടറും അഡാപ്റ്റേഷനൊക്കെയാണ് സാധാരണ എക്സാമിന് ചോദിക്കാറുള്ളത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ചിത്രം നോക്കാം. ഇതേതാണ്? അല്ലേ, മെയിലുണ്ട് ഫീമെയിലുണ്ട്. ഏതായിരിക്കും ഇത്? അസ്കാരിസ് അല്ലേ. അസ്കാരിസിൻ്റെ ഐഡൻറ്റിഫൈ. അപ്പോൾ എങ്ങനെ പരീക്ഷയ്ക്ക് ഇതും ഐഡൻറ്റിഫൈ ചെയ്ത് എന്ത് ചെയ്ത് അസ്കാരിസ് എഴുതി. എന്നിട്ട് അതിനെക്കുറിച്ച് 2 ഐഡൻറ്റിഫയിങ് ക്യാരക്ടർ നമുക്ക് പഠിച്ചു നോക്കാം. ലോങ് ബോഡി, അത് എഴുതാം, നല്ല പോയിൻ്റാണ്. ലോങ് ബോഡി എന്ന് എഴുതുക. പിന്നെ ബോഡി ഈസ് കവേർഡ് ബൈ ക്യൂട്ടിക്കിൾ എന്ന് എഴുതുക. അങ്ങനെ ഇഷ്ടമുള്ള എനൈറോബിക് റെസ്പിറേഷനാണ് ഇതിനകത്തുള്ളത്. ഏത് വിധം. അപ്പോൾ ഏറ്റവും നല്ല പോയിന്റുകൾ നമുക്ക് സെലക്ട് ചെയ്യാം. അതായിരിക്കും നന്നാവുക തോന്നുന്നു. ഒന്നാമത്തത് ലോങ് ബോഡി, നീളമുള്ള ശരീരമാണുള്ളത്. വേണമെങ്കിൽ എഴുതാം ദേ ആർ ലോങ് ബോഡി എന്ന് എഴുതുക. ഫീമെയിൽ പിന്നെ ബോഡി ഈസ് കവേർഡ് ബൈ ക്യൂട്ടിക്കിൾ, അത് എഴുതുക. ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എഴുതാം. അഡാപ്റ്റേഷൻ എന്തായിരിക്കും? മിക്കവാറും ഈ അസ്കാരിസിലും ലിവർ ഫ്ലൂക്കിലൊക്കെ അഡാപ്റ്റേഷൻ ആയിരിക്കും ചോദിക്കുക. അപ്പം ഞാൻ പറഞ്ഞു ഇവൻ്റെ ബോഡി ഈസ് കവേർഡ് ബൈ എന്തെന്ന് പറയുന്നത് ക്യൂട്ടിക്കിൾ എന്ന് പറയും. ഇറ്റ് ഹെൽപ്പ് ടു പ്രൊട്ടക്ട് ദ ഓർഗാനിസം ഫ്രം ദ ഹോസ്റ്റ് എൻസൈം. ഇവൻ മറ്റുള്ള ജീവികളുടെ ശരീരത്തിനകത്താണല്ലോ ജീവിക്കുന്നത്. അപ്പം എന്ത് ചെയ്യും? ഇവൻ നമ്മുടെ ഇൻഡസ്ട്രൈനകത്താണ് ജീവിക്കുന്നത് എന്ന് വിചാരിക്കുക ഈ ജീവി. അപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രൈനകത്തൊക്കെയുള്ള എൻസൈം ഇവനെ കൊല്ലാൻ സാധിക്കും. അപ്പോൾ എന്ത് ചെയ്യും? ആ എൻസൈമിൻ്റെ പ്രവർത്തനത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവൻ്റെ ശരീരത്തിന് മൊത്തം കവർ ചെയ്തുകൊണ്ട് എന്ത് കൊടുത്തിട്ടുണ്ട്? ക്യൂട്ടിക്കിൾ കൊടുത്തിട്ടുണ്ട്. അതന്നെ ഒരു ക്യാരക്ടറാക്കി ഇവിടെ എടുക്കുകയും ചെയ്യാം. സോ ലോങ് ബോഡിയാണ്, ബോഡി ഈസ് കവേർഡ് ബൈ ക്യൂട്ടിക്കിളാണ്, എനൈറോബിക് റെസ്പിറേഷൻ ആണ്. അത് അഡാപ്റ്റേഷനൊക്കെ എഴുതാം. എനൈറോബിക് റെസ്പിറേഷൻ തന്നെ ഉണ്ട്. പിന്നെ ബോഡി ഈസ് കവേർഡ് ബൈ ക്യൂട്ടിക്കിൾ ഉണ്ട്. ഇറ്റ് പ്രൊട്ടക്ട് ദ ഓർഗാനിസം ഫ്രം ദ ആക്ഷൻ ഓഫ് എൻസൈം. എന്താ ഇവൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ്? ഇവൻ അസ്കാരിയാസിസ് എന്ന് പറയുന്ന അസുഖം ഉണ്ടാക്കും മനുഷ്യനിൽ. മിക്കവാറും ചോദിക്കാൻ സാധ്യതയുള്ളത് അഡാപ്റ്റേഷൻ എന്നുള്ള സംഭവമാണ്. അപ്പോൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കുക, ലിവർ ഫ്ലൂക്കും അസ്കാരിസും എന്ന് പറയുന്ന ഈ 2 സുഹൃത്തുക്കൾ, ലിവർ ഫ്ലൂക്കും അസ്കാരിസും എന്ന് പറയുന്ന ഈ 2 സുഹൃത്തുക്കൾ എൻഡോ പാരസൈറ്റുകളാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി അടുത്തത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സാധനമാണ്, കണ്ടിട്ടുള്ള സാധനമാണ്. എന്താണ്? ലീച്ച്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ചിത്രത്തിൽ കാണുന്ന ചിത്രങ്ങളായിരിക്കില്ല നിങ്ങളുടെ സ്കൂളിൽ വെക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ സ്കൂളിലെ ചിത്രങ്ങൾ പരിശോധിച്ചുകൊണ്ട് ആ ജീവികൾ ഏതൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിക്കുക. ഏകദേശം ജീവികളൊക്കെ സെയിം തന്നെയായിരിക്കും. ചിത്രങ്ങൾ മാറുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഓക്കെ, ഇത് ഏതാ ചിത്രം? ഇതെന്താണ്? അട്ട എന്ന് പറയുന്ന സാധനം അല്ലേ. ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും. എൻ്റെ നാട്ടിൽ ഇതിന് ലീച്ച്, അട്ട എന്നുള്ളതൊക്കെയാണ് ഇതിനെ വിളിക്കാറുള്ളത്. ഓക്കെ, ലീച്ച്.
അപ്പോൾ ഇതിനെക്കുറിച്ച് 2-3 പോയിന്റ് നമുക്ക് പഠിക്കാം അല്ലേ. എന്തൊക്കെയാ പഠിക്കാം? ഒന്ന്, ദ ബോഡി ഈസ് ഫോംഡ് ഓഫ് 33 സെഗ്മെന്റ്. ഇവന്റെ ശരീരത്തിൽ 33 സെഗ്മെന്റ് ഉണ്ട്. ഇവൻ സാൻജിവോറസ് ആണ്. ബ്ലഡ് സക്കിങ്, ചോര കുടിക്കുന്ന ജീവികളാണ്. എക്ടോ പാരസൈറ്റ് ആണ്, ശരീരത്തിന്റെ പുറത്ത്. മറ്റതൊക്കെ എൻഡോ പാരസൈറ്റ് ആണ്, അകത്ത് ജീവിക്കുന്നതാണ്. ഇവൻ പുറത്ത് അള്ളിപ്പിടിച്ചിട്ട് ചോര വലിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ എക്ടോ പാരസൈറ്റ് ആണ്. സാൻജിവോറസ് ആണ്. 33 സെഗ്മെന്റ് ഉണ്ട്. ഇനി ഇവന്റെ അഡാപ്റ്റേഷൻ എന്താ? ഇവന്റെ വായ്ക്കകത്ത് സോലേക്ക് പല്ലുകളുണ്ട്. എന്തിനു വേണ്ടി? ഫോർ മേക്കിംഗ് വൂണ്ട് ഇൻ ദ ഹോസ്, നമ്മുടെ ശരീരത്തിലൊക്കെ മുറിവാക്കാൻ വേണ്ടിയിട്ട് സോലേക്ക് ടീത്ത് ഉണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്തത്, ഇവന്റെ സലൈവയിൽ, ഇവന്റെ ഉമിനീരിന്റെ അകത്ത്, തുപ്പലിനകത്ത് ഒരു ആന്റി കൊയാഗുലന്റ് ഉണ്ട്, രക്തം കട്ട പിടിക്കാതിരിക്കാൻ സഹായിക്കുന്ന. അതിന്റെ പേരാണ് ഹിരുഡിൻ എന്ന് പറയും. എന്ത്? ഹിരുഡിൻ. അത് തന്നെ വേണമെങ്കിൽ എന്ത് കൊടുക്കാം? ക്യാരക്ടറായിട്ട് കൊടുക്കാം. സലീവ ഓഫ് ലീച്ച് കണ്ടെയ്ൻ ആന്റി കൊയാഗുലൻ കാൾഡ് എന്ത്? ഹിരുഡിൻ. രക്തം കട്ട പിടിക്കാതിരിക്കുവാൻ സഹായിക്കുന്ന കെമിക്കലുകളാണ് ആന്റി കൊയാഗുലൻ. ഇവന്റെ അകത്തുള്ളതാണ് ഹിരുഡിൻ. ഇവന്റെ സയന്റിഫിക് നെയിമായിട്ട് നമ്മൾ ഹിരുഡിനേറിയ എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ. ഇനി ഇവന്റെ ശരീരത്തിൽ വലിയൊരു അറയുണ്ട്, ലാർജ് ക്രോപ്പ് ഉണ്ട് ഫോർ സ്റ്റോറിങ് ദ ബ്ലഡ്. ഫുഡ് ബ്ലഡ് ആണല്ലോ, ബ്ലഡ് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ എന്തൊക്കെയാ ക്യാരക്ടർ പഠിച്ചോ? വളരെ സിമ്പിളായിട്ട് ക്യാരക്ടർ നമ്മൾ പഠിച്ചു അല്ലേ. ഒന്ന്, 33 സെഗ്മെന്റ് ഉണ്ട്. ഇവന്റെ സലീവിൽ ആന്റി കൊയാഗുലന്റ് ആയ ഹിരുഡിൻ ഉണ്ട് അല്ലേ. ആ ഹിരുഡിൻ തന്നെ നമുക്ക് എന്തായിട്ട് പഠിക്കാം? അഡാപ്റ്റേഷൻ പഠിക്കാം. ഇതിൽ ഏതെങ്കിലും ഒന്നേ ചോദിക്കുള്ളൂ. ഒന്നുകിൽ ക്യാരക്ടർ, അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ, അല്ലെങ്കിൽ എക്കണോമിക് ഇമ്പോർട്ടൻസ്. മിക്കവാറും ഇതൊക്കെ അഡാപ്റ്റേഷൻ ആയിരിക്കും ചോദിക്കാൻ സാധ്യത ഉള്ളത്. സ്കൂളിലേക്ക് വരുന്ന അധ്യാപകനനുസരിച്ചായിരിക്കും അത് തീരുമാനിക്കുക. സോ ഇത് സാൻജിവോറസ് ആണ്. ഇത് ആന്റി കൊയാഗുലൻ ഹിരുഡിൻ ഉണ്ട്. 33 സെഗ്മെന്റ് ഉണ്ട്. ഇവന്റെ വായ്ക്കകത്ത് സോലേക്ക് പല്ലുകളുണ്ട്. എന്തിനു വേണ്ടി? ഫോർ മേക്കിംഗ് വൂണ്ട് ഇൻ ദ ഹോസ്റ്റ്. പിന്നെ എന്തുണ്ട്? വലിയ ക്രോപ്പ് ഉണ്ട്, ബ്ലഡ് സ്റ്റോർ ചെയ്യാന്നുള്ളത്. ഇനി എക്കണോമിക് ഇമ്പോർട്ടൻസ്, ഭയങ്കര രസമാണ് എക്കണോമിക് ഇമ്പോർട്ടൻസ്. എന്താണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ഫിഷ് ബെയ്റ്റ് ഇൻ സം കൺട്രീസ്. നമ്മൾ ഈ എന്താ പറയുക, മീൻ പിടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഇരയായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് റിമാറ്റിസം ഫോർ സക്കിങ് വീനസ് ബ്ലഡ്. അശുദ്ധ രക്തത്തെ കുടിക്കുന്നതിന് വേണ്ടി, അശുദ്ധ രക്തത്തെ ഒഴിവാക്കുന്നതിന് വേണ്ടി ഈ ചങ്ങായിയെ ഉപയോഗിക്കാറുണ്ട്. ഏത് അസുഖത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിന്? റിമാറ്റിസം എന്ന് പറയുന്ന അസുഖത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിന്. അപ്പോൾ എന്താ പരീക്ഷയ്ക്ക് ചോദിക്കുക? ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിക്കും. എന്നിട്ട് സാറ് പറയും ഏത് വേണം. നിങ്ങൾ ഐഡൻറ്റിഫൈങ് ക്യാരക്ടർ എഴുതിക്കോളൂ, നിങ്ങൾ എക്കണോമിക് ഇമ്പോർട്ടൻസ് എഴുതിക്കോളൂ, നിങ്ങൾ അഡാപ്റ്റേഷൻ എഴുതിക്കോളൂ. ഐഡൻറ്റിഫൈങ് ക്യാരക്ടർ പറയുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതുക, അഡാപ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതുക, എക്കണോമിക് ഇമ്പോർട്ടൻസ് പറയുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതുക. ഓക്കെ, നമ്മൾ അടുത്ത 5-ാമത്തെ ചിത്രത്തിലേക്ക് പോകാം. 5-ാമത്തെ ചിത്രം ഇതെന്താണ്? പറയൂ, എന്താണത്? എർത്ത് വോം അല്ലേ. ഇതും അസ്കാരിസും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. എല്ലാവർക്കും മാറാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഇതും അസ്കാരിസും. എർത്ത് വോം. എർത്ത് വോമിൽ മിക്കവാറും ചോദിക്കാൻ സാധ്യതയുള്ളത് ഐഡൻറ്റിഫൈങ് ക്യാരക്ടറോ എക്കണോമിക് ഇമ്പോർട്ടൻസോ ആയിരിക്കും. എർത്ത് വോമിൽ മിക്കവാറും ചോദിക്കുന്നത് ഐഡൻറ്റിഫൈങ് ക്യാരക്ടറോ പിന്നെ അല്ലെങ്കിൽ എക്കണോമിക് ഇമ്പോർട്ടൻസ് ആയിരിക്കും. ഭയങ്കര സിമ്പിളാണ്. നോക്കൂ, ബോഡി ഈസ് മെറ്റാമറിക്കലി സെഗ്മെന്റ്. എർത്ത് വോമിന് ഓരോ സെഗ്മെന്റ്സ് അല്ലേ, ധാരാളം സെഗ്മെന്റ്സ് അല്ലേ. ആ സെഗ്മെന്റ്സിനെ വിളിക്കുന്ന പേരെന്താ? മെറ്റാമിയർ. അപ്പോൾ ഇത് അടിപൊളിയായിട്ട് പഠിക്കാം. ഇനി എന്താണ്? ഇത് വേണമെങ്കിൽ പഠിക്കാം. ഇവൻ്റെ റെസ്പിറേഷൻ ഏത് വഴിയാണ്? സ്കിന്ന് വഴിയാണ്. സ്കിന്ന് വഴിയുള്ള റെസ്പിറേഷൻ വിളിക്കുന്ന പേരെ ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ. ഈ സ്ലൈഡിൽ കാണുന്ന മൊത്തം പോയിന്റുകൾ നിങ്ങൾ പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. ഏതെങ്കിലും ഒരു പോയിന്റ് പഠിച്ചാൽ മതി. ക്യാരക്ടറിന് 2 പഠിച്ചോളൂ, അഡാപ്റ്റേഷന് 2 പഠിച്ചോളൂ, എക്കണോമിക് ഇമ്പോർട്ടൻസ് 2 പഠിച്ചു. അപ്പോൾ മെറ്റാമറിക്കലി സെഗ്മെന്റഡ് ആണ്. സ്കിൻ ഉപയോഗിച്ചുള്ള റെസ്പിറേഷൻ ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ ആണ്. ഇനി അടുത്തത്, ഇതിൻ്റെ അഡാപ്റ്റേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവന് സ്കിന്നുണ്ടല്ലോ, ഉണ്ട്. ആ സ്കിന്നിൻ്റെ പ്രത്യേകത എന്താ? മോയിസ്റ്റ് ആണ്. എന്തിനു വേണ്ടിയ? റെസ്പിറേഷൻ. സോ ഇറ്റ് ഹെൽപ്സ് ഇൻ ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ. അപ്പോൾ ഇത് രണ്ടും ഒരു പോയിന്റ് അല്ലേ. ഇതിനകത്തുനിന്ന് ഒരു പോയിന്റും ഇതിനകത്തൊരു പോയിന്റും മിക്കവാറും സെയിം ആകാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക എന്നുള്ളത്. ഇനി അടുത്തത് എക്കണോമിക് ഇമ്പോർട്ടൻസ്. മിക്കവാറും ഇതായിരിക്കും എർത്ത് വോമിൽ സാധാരണയായിട്ട് ചോദിക്കുന്നത്. എന്താണ്? It is used as fish bait. It is used as a bait in fishing. ഫിഷിങ്ങിൽ ബെയ്റ്റ് ആയിട്ട് ഉപയോഗിക്കും. ഇര പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂണ്ടയിടാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് അല്ലേ ഇത്. പിന്നെന്ത് ചെയ്യും? ഇത് മണ്ണിൻ്റെ ഫലഭൂഷ്ഠത കൂട്ടും. ഏത് പരിപാടി വഴി? വെർമി കമ്പോസ്റ്റിംഗ് വഴി. അത് ഇമ്പോർട്ടൻ്റ് ആണ്. വെർമി കമ്പോസ്റ്റിംഗ് എല്ലാവർക്കും അറിയുന്ന കാര്യം, മണ്ണിര വളം എന്നൊക്കെ പറയുന്ന സാധനം. പിന്നെന്ത് ചെയ്യും? ഈ മണ്ണിൻ്റെ അകത്താണല്ലോ ഇവൻ ജീവിക്കുന്നത്. ഇവൻ മണ്ണ് ഇളക്കി മാറ്റും അല്ലേ. ഇറ്റ് മേക്ക് ബറോസ് ഇൻ ദ സോയിൽ ആൻഡ് ഇറ്റ് പെർമിറ്റ് എയറേഷൻ. അപ്പം മണ്ണിൻ്റെ ഉള്ളിലേക്കൊക്കെ എയർ സർക്കുലേഷൻ കൂടും. അങ്ങനെ റൂട്ടുകൾ, ചെടികളുടെ റൂട്ടുകൾക്കൊക്കെ പിന്നെ വേരുകൾക്കൊക്കെ അടിയിലേക്ക് ആഴ്ന്നിറങ്ങുവാൻ കഴിയും. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് എർത്ത് വോം എന്ന് പറയുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് പഠിച്ചാൽ മതി. ഏറ്റവും നല്ല ഐഡൻറ്റിഫൈങ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ മെറ്റാമറിക്കലി സെഗ്മെന്റഡ് ചെയ്താൽ. പിന്നെ സ്കിൻ ഉപയോഗിച്ചുള്ള റെസ്പിറേഷൻ ആണ്, അതാണ് ക്യൂട്ടേനിയസ്. അത് തന്നെ അഡാപ്റ്റേഷനിൽ പറയാം അല്ലേ. ഇനി എക്കണോമിക് ഇമ്പോർട്ടൻസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ പറയാം?
എക്കണോമിക് ഇമ്പോർട്ടൻസ് ഒന്ന് വെർമി കമ്പോസ്റ്റിംഗ് എഴുതാം. എന്ത് ബറോസ് ഉണ്ടാക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ഫലമായി എയറേഷൻ ഉണ്ടാവും, പെനിട്രേഷൻ ഓഫ് പ്ലാന്റ് റൂട്ടൊക്കെ സഹായിക്കും. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഫിഷ് ബേറ്റിംഗ്, അത് എഴുതാം. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തതിലേക്ക് പോകാം അല്ലേ. അപ്പോൾ ഈ അടുത്ത് പോകുമ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഇതെന്താണ് എല്ലാവർക്കും അറിയാം, എന്താണ്? പ്രോൺ, ചെമ്മീൻ. അപ്പോൾ ആർക്കെങ്കിലും പറയാൻ കഴിയും ഈ ചെമ്മീൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്താണ്? അതെ, എന്താണ് ചെമ്മീൻ്റെ? ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ഫുഡ്, അത് ഫുഡായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. ഇനി നമുക്ക് ഇതിൻ്റെ ക്യാരക്ടർ പഠിക്കാം, എക്കണോമിക് ഇമ്പോർട്ടൻസ് പഠിക്കാം, വേണമെങ്കിൽ അഡാപ്റ്റേഷനും വേണമെങ്കിൽ പഠിക്കാം. അതിൽ ക്യാരക്ടറും എക്കണോമിക് ഇമ്പോർട്ടൻസും മാത്രമേ എഴുതിയിട്ടുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് എളുപ്പമുള്ളത് ഭാഗം സിഫാലോതൊറാക്സ് ആൻഡ് അബ്ഡോമൻ, 2 ഭാഗമാണ് ബോഡിക്കുള്ളത്. സിഫാലോതൊറാക്സ് ആൻഡ് അബ്ഡോമൻ എന്ന് പറയും. പിന്നെ അബ്ഡോമിനകത്ത് 6 സെഗ്മെൻ്റ് ഉണ്ട്. അബ്ഡോമിനകത്ത് 6 സെഗ്മെൻ്റ് ഉണ്ട്. എന്നിട്ട് അവസാനം ഒരു ടെർമിനൽ പ്രൊജക്ഷൻ, അറ്റത്തൊരു പ്രൊജക്ഷൻ ഉണ്ട്. ഇവിടെ കാണുന്ന ഈ പ്രൊജക്ഷൻ അതിനെ വിളിക്കുന്ന പേര് ടെൽസൺ. നെൽസൺ അല്ല, ടെൽസൺ എന്ന് പറയും. പിന്നെ ഇവൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്താ? ഇതെന്താണ്? ഫുഡായിട്ട് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഇതിനകത്ത് നിന്ന് ഉപയോഗിക്കുന്ന ഒരു കെമിക്കലാണ് എന്ത്? കൈറ്റോസാൻ എന്ന് പറയുന്ന കെമിക്കൽ ചെമ്മീനകത്ത് നിന്ന് കിട്ടാറുണ്ട്. അപ്പം മിക്കവാറും എല്ലാവരും എഴുതുന്ന ഫുഡ് ഫോർമാൻ വളരെ ഈസി അല്ലേ. അപ്പോൾ പ്രോൺ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഐഡൻറ്റിഫൈങ് ക്യാരക്ടർ എന്ത് എഴുതാം? ഒന്ന്, ബോഡി ഈസ് ഡിവൈഡ് ഇൻ ടു സിഫാലോതൊറാക്സ് ആൻഡ് അബ്ഡോമൻ എന്ന് പറയുന്ന ഭാഗമാണ്. പിന്നെ അബ്ഡോമനകത്ത് 6 സെഗ്മെൻ്റ് ഉണ്ട്. അവസാനം ഒരു പ്രൊജക്ഷൻ ഉണ്ട്, അവൻ്റെ പേരാണ് ടെൽസ് എന്ന് പറയുന്നത്. അടുത്ത ഫുഡ് ഫോർ മാൻ ആണ്. പിന്നെ എന്ത് ചെയ്യും? ഇതിനകത്ത് നിന്ന് ലഭിക്കുന്ന കെമിക്കലാണ് എന്തെന്ന് പറയുന്നത്? കൈറ്റോസാൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയോ? ഓക്കെ. ഇനി അടുത്ത ഭാഗം എല്ലാവർക്കും അറിയാം, ഇതെന്താണ്? സിൽക്ക് വേം ആണ് അല്ലേ. സിൽക്ക് വേം, ഇതിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്താണ്? ഇതിനകത്തുനിന്ന് നമുക്ക് എന്ത് ലഭിക്കുന്നു? സിൽക്ക് കിട്ടുന്നു അല്ലേ. ഇതിനകത്തുനിന്ന് സിൽക്ക് എന്ന് പറയുന്ന സാധനമാണ് ലഭിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? സിൽക്ക് വേം ആണ്. അപ്പോൾ അതിൻ്റെ ഐഡൻറ്റിഫൈങ് ക്യാരക്ടർ ഞാൻ പറഞ്ഞിട്ടില്ലേ, എന്താ ചോദിക്കുക പരീക്ഷയ്ക്ക്? ഇത് ഐഡൻറ്റിഫൈ ചെയ്യുക, എന്നിട്ട് സാറ് പറയും ഇത് ടിക്ക് ഇട്ടോളൂ പറയും. നിങ്ങളോട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ടിക്ക് ഇടാൻ പറയും. ഒന്നെങ്കിൽ ഐഡൻറ്റിഫൈങ് ക്യാരക്ടർ ആയിരിക്കാം, എക്കണോമിക് ഇമ്പോർട്ടൻസ് ആയിരിക്കാം, അഡാപ്റ്റേഷൻ. ഇത് 3 എഴുതണ്ട. നിങ്ങൾ ആ ജീവി ഐഡൻറ്റിഫൈ ചെയ്യുക, ഈ 3 ഏതെങ്കിലും ഒന്ന് ഒരു പോയിന്റ് ആക്കി എഴുതുക. ഓക്കെ, നമുക്ക് സിൽക്ക് വേമിനെ കുറിച്ച് പഠിക്കാം. നമ്മളിപ്പോൾ ഏതാ ഡിസ്കസ് ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 1 ഇൻവെർട്ടിബ്രേറ്റ് ആനിമൽ ആണ്. അപ്പോൾ നോക്കൂ, സിൽക്ക് വേം ഈസ് ദ കാറ്റർപില്ലർ ഓഫ് സിൽക്ക് മോത്ത്. സിൽക്ക് മോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മോത്ത് എന്ന് പറഞ്ഞാൽ നിശാശലഭം എന്ന് പറയും. പൂമ്പാറ്റ 2 ടൈപ്പ് ബട്ടർഫ്ലൈസ് ഉണ്ട് അല്ലേ. അതേപോലെ നിശാശലഭം എന്ന് പറയുന്ന സംഭവം മോത്ത്. ആ മോത്തിൻ്റെ ലാർവയുടെ പേരാണ് എന്തെന്ന് പറയുന്നത്? സിൽക്ക് വേം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു അടിപൊളി പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. സിൽക്ക് വേം ഹാസ് എ സെഗ്മെൻറ്റഡ് ബോഡി. അത് ഏറ്റവും രസം. അതിന് കുറേ സെഗ്മെൻറ്റ്സ് ഉണ്ട്, കുറേ സെഗ്മെൻറ്റ്സ്. ആ ചിത്രത്തിലേക്ക് നോക്കൂ, കുറേ സെഗ്മെൻ്റ് ഉണ്ട് അല്ലേ. അത് തന്നെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ബോഡിക്ക് 3 ഭാഗമുണ്ട്, ഹെഡ്, തൊറാക്സ്, അബ്ഡോമൻ, അങ്ങനെ 3 ഭാഗമാക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് ഇതിനെന്തുണ്ട്? സിൽക്ക് ഗ്ലാൻഡ് ഉണ്ട്. അതിനകത്തുനിന്ന് എന്ത് ലഭിക്കുന്നത്? സിൽക്ക് ലഭിക്കുന്നത്. അത് തന്നെയാണ് ഇതിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ്. അതിനകത്തുനിന്ന് എന്ത് ലഭിക്കുന്നുണ്ട്? സിൽക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ ആ കൾച്ചറിനെ വിളിക്കുന്ന പേരാ സെരികൾച്ചർ. അങ്ങനെ ഇതുവഴി ധാരാളം പേർക്ക് എന്ത് ചെയ്ത് ജോലി കിട്ടുന്നുണ്ട്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അത് മതി, അത്രയും ഭയങ്കര ഓവറായിട്ട് പഠിക്കണ്ട. അപ്പോൾ ഇതിനകത്ത് സെഗ്മെൻറ്റഡ് ബോഡിയാണെന്ന് എഴുതാം. ബോഡി ഹെഡ്, തൊറാക്സ്, അബ്ഡോമൻ ആക്കി എഴുതാം. ഇവനകത്ത് സിൽക്ക് ഗ്ലാൻഡ് ഉണ്ട്, അത് അഡാപ്റ്റേഷൻ ആക്കി എഴുതാം. എക്കണോമിക് ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, ഇതിനകത്തുനിന്ന് സിൽക്ക് കിട്ടുന്നു. ദ റെയറിങ് ഓഫ് സിൽക്ക് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് സിൽക്ക് ഈസ് കാൾഡ് സെറികൾച്ചർ. സെറികൾച്ചർ എന്ന് പറഞ്ഞാൽ സിൽക്കിന് വേണ്ടി ഇവന്മാർ കൃഷി ചെയ്യുന്ന പരിപാടി. ഇത് പ്രൊവൈഡ് ധാരാളം എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. ക്ലിയർ ആയല്ലോ? ഇതോടുകൂടി ഏത് കഴിഞ്ഞു സുഹൃത്തുക്കളെ? സിൽക്ക് വേം കഴിഞ്ഞു. ഇനി ഇതാരാണ്? എല്ലാവർക്കും അറിയാം, ഹണി ബി. ഹണി ബിയിൽ മിക്കവാറും എന്തായിരിക്കും എക്കണോമിക് ഇമ്പോർട്ടൻസ്? എന്തായിരിക്കും ഇവൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്? ഇവൻ എന്ത് കിട്ടുന്നു? തേൻ ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഹണിബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആർത്രോപോഡിൽ വരുന്നതാണ് അല്ലേ. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ഫൈലം ഇൻ ദ ആനിമൽ കിങ്ഡം. അപ്പോൾ ആദ്യത്തെ പോയിന്റ് നോക്കൂ, ഇറ്റ് ഹാസ് എ ജോയിൻറ്റഡ് അപ്പൻഡേജസ് അല്ലേ. ഇവൻ്റെ കാല് നോക്കൂടാ, കാല് നോക്കൂ, ഇങ്ങനെ പീസാണ്. ജോയിൻറ്റഡ് അപ്പൻഡേജസ്. ബോഡിക്ക് 3 ഭാഗം, ഹെഡ്, തൊറാക്സ്, അബ്ഡോമൻ. ഈ 2 പോയിന്റുകൾ പഠിച്ചാൽ മതി, ഒന്നായിട്ട് വാരി വലിച്ച് പഠിക്കണ്ട. ഇനി അടുത്ത പോയിന്റ്, ഇതിനെന്താ? അഡാപ്റ്റേഷൻ. ഇവൻ്റെ ബോഡിയെ കവർ ചെയ്തുകൊണ്ട് ആരുണ്ട്? കൈറ്റിനുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് എക്സോസ്കെൽറ്റൻ എന്ന് പറയുന്ന സംഭവം എന്നുള്ളത്. പോരാത്തതിന് ഇവൻ ലെഗുകളൊക്കെ ഹെയറിയാണ്. ഹെയറിയാണ്. എന്തിനു വേണ്ടി ഹെയറി കൊടുത്തത്? ഫോർ പോളിനേഷന് വേണ്ടി ഹെയറി കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത എക്കണോമിക് ഇമ്പോർട്ടൻസ്. നമുക്ക് അതിനകത്ത് നിന്ന് എന്തൊക്കെയാണ് സാമ്പത്തിക പ്രാധാന്യം? ഹണി കിട്ടുന്നുണ്ട്, വാക്സ് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഹണി എന്ന് പറഞ്ഞാൽ മെഡിസിനൽ വാല്യൂ ഒക്കെ ഉള്ളതാണ്. നമ്മൾ ഈ ഹണിക്ക് വേണ്ടി ഇതിനെ ബീ കീപ്പ് ചെയ്യാറുണ്ട്. അതിനെ വിളിക്കുന്ന പേര് എപ്പികൾച്ചർ. ഇതുവഴി ധാരാളം ഓപ്പർച്യൂണിറ്റീസ് കിട്ടാറുണ്ട്. അപ്പോൾ ഒന്നുമില്ല, ഭയങ്കര സിമ്പിളാണ്. ബോഡീസ് ഡിവൈഡ് ഹെഡ്, തൊറാക്സ്, അബ്ഡോമൻ, ജോയിൻറ്റഡ് അപ്പൻഡേജസ് ആണ്. അതാണ് എന്തെന്ന് പറയുന്നത്? ക്യാരക്ടർ. അഡാപ്റ്റേഷൻ ഒന്നുമില്ല.
അവൻ്റെ ലെഗ്സിനകത്ത് ധാരാളം ഹെയർസ് ഉണ്ട്, അതുവഴി പോളിനേഷൻ ലഭിക്കുന്നുണ്ട്. ബോഡി ഈസ് കവർഡ് ബൈ കൈറ്റിൻ, അങ്ങനെ എഴുതാം. ഇനി അടുത്ത എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്താ? ഇതിനകത്തുനിന്ന് ഹണി കിട്ടുന്നുണ്ട്. ഇതിനെ ബീ കീപ്പിംഗ് പരിപാടിനെ വിളിക്കുന്നവരെ എപ്പികൾച്ചർ, അതുവഴി അവന് നമുക്ക് ധാരാളം എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കാറുണ്ട്. ഇതോടുകൂടി ഏത് കഴിഞ്ഞു സുഹൃത്തുക്കളെ? ഹണി ബീ കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇതെന്താണ്? എല്ലാവർക്കും അറിയാം, മുളുസ്കയിൽ വരുന്ന സംഭവം അല്ലെ. സോഫ്റ്റ് ബോഡിയുടെ ആനിമലാണ് മുളുസ്ക എന്ന് പറയുന്നത്. മുളുസ്കയിൽ വരുന്ന സംഭവം ഇതെന്താണ്? ഇതിൻ്റെ പേരാണ് പൈല എന്ന് പറയുന്ന സാധനം. ഈ പൈല അല്ലെങ്കിൽ സ്നൈൽ എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഐഡൻറ്റിഫൈങ് പൈല എന്ന് എഴുതി ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഐഡൻറ്റിഫൈങ് ക്യാരക്ടർ ചോദിക്കാം, അഡാപ്റ്റേഷൻ ചോദിക്കാം, എക്കണോമിക് ഇമ്പോർട്ടൻസ് ചോദിക്കാം. വളരെ കുറഞ്ഞ സമയത്ത് നമുക്ക് പറയാം. നമുക്ക് ഇവൻ്റെ ഈസി ആയിട്ടുള്ള ഭാഗം പഠിക്കാം. ഇവൻ്റെ ബോഡിയെ 3 എണ്ണാക്കാം. ഹെഡ്, വിസറൽ ഹമ്പ്, മസ്കുലാർ ഫുട്ട്. ബോഡി ഈസ് ഡിവൈഡ് ടു ഹെഡ്, വിസറൽ ഹമ്പ്, മസ്കുലാർ ഫുട്ട്. അല്ലെങ്കിലോ ദ ബോഡി ഈസ് കവർഡ് ബൈ കാൽക്കാരിയസ് ഷെൽ, കാൽസ്യം കൊണ്ടുണ്ടാക്കിയ ഷെല്ലുണ്ട്. മൊളുസ്കയാണ് അല്ലേ. മൊളുസ്കത്തെ പ്രത്യേകത നമുക്കറിയാം, ബോഡീസ് ഡിവൈഡ് ഹെഡ്, വിസലമ്പ്, മസ്കുലാർ ഫുട്ട്. അപ്പോൾ 2 പോയിന്റ് പഠിക്കുക. എത്ര പോയിന്റ് എഴുതിയാൽ മതി പരീക്ഷയ്ക്ക്? 1 പോയിന്റ് എഴുതിയാൽ മതി. സോ ബോഡീസ് ഡിവൈഡ് ഇൻറ്റു ഹെഡ്, വിസലമ്പ്, മസ്കുലാർ ഫുട്ട്. ഐഡൻറ്റിഫൈങ് ക്യാരക്ടറാണ് ബോഡീസ് എൻക്ലോസ്ഡ് ഇൻ എ കാൽക്കാരിയസ് ഷെൽ. ഇനി അഡാപ്റ്റേഷൻ നോക്കൂ. ആ കാൽക്കാരിയസ് ഷെല്ലുകൊണ്ടുള്ള ഫംഗ്ഷൻ എന്താ? ഇറ്റ് പ്രൊട്ടക്ട് ദ ബോഡി. അത് അവനെ ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നു. പിന്നെ മൊളുസ്കിൽ നമ്മൾ പഠിച്ചതാണ്, ഇവൻ എന്തുണ്ട്? റാഡുലയുണ്ട് അല്ലേ. റാഡുല ഈസ് ഹെൽപ്സ് ഇൻ ഫീഡിങ് ഓർഗനാണ് എന്തെന്ന് പറയുന്നത്? റാഡുല. അപ്പോൾ അത് രണ്ടും അഡാപ്റ്റേഷനായി പഠിക്കുക. എക്കണോമിക് ഇമ്പോർട്ടൻസ് ഭയങ്കര സിമ്പിളാണ്. അതിൻ്റെ ഫ്ലഷ് ചില രാജ്യങ്ങളിൽ ഫുഡായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ ഷെല്ല് ഡെക്കറേറ്റീവ് ഓർണമെൻ്റൽ ആർട്ടിക്കിൾസ്, അലങ്കാര വസ്തുക്കളായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഫിഷ് ബെയ്റ്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഡക്കുകൾ, താറാവുകൾക്കുള്ളത് ഫുഡായിട്ട് ഉപയോഗിക്കുക. ഏതെങ്കിലും 2 പോയിന്റുകൾ പഠിച്ചോളൂ മക്കളെ. ഇത്ര ഈസി ആയിട്ടുള്ള പ്രാക്ടിക്കൽ ഇനി ജീവിതത്തിൽ കാണൂല. ആദ്യത്തെ ഒന്ന് എന്താണ്? അതിൻ്റെ ഐഡൻറ്റിഫൈങ് ക്യാരക്ടർ. ബോഡി ഈസ് ഡിവൈഡഡ് ഇൻറ്റു ഹെഡ്, വിസൽ ഹമ്പ്, മസ്കുലാർ ഫുട്ട്. ബോഡിയെ എൻക്ലോസ് ചെയ്തുകൊണ്ട് കാൽക്കാരിയസ് ഷെൽ, അതാണ് ഐഡൻറ്റിഫൈങ് ക്യാരക്ടർ. ആ കാൽക്കാരിയസ് ഷെൽ പ്രൊട്ടക്ട് ദ ബോഡി, അതാണ് അഡാപ്റ്റേഷൻ. റാഡുല എന്ന് പറയുന്ന അവയവം നമ്മൾ കഴിഞ്ഞ വർഷം സ്ഥിരമായിട്ട് പഠിച്ചിട്ട് ചോദിക്കുന്ന, അത് എന്തിനെ സഹായിക്കുന്നു? ഫീഡിങ്ങിനെ സഹായിക്കുന്നു. എപ്പോഴും 2 പോയിന്റ് എല്ലാത്തിലും പഠിക്കാം. സോ പരീക്ഷയ്ക്ക് 1 നല്ല ഓർമ്മയുണ്ടായിരിക്കും. എക്കണോമിക് ഇമ്പോർട്ടൻസ്, അത് ഫുഡ് ഉണ്ടാക്കാൻ സഹായിക്കുന്നു. ഡെക്കറേറ്റീവ് ഓർണമെൻ്റൽ ആർട്ടിക്കിൾ സഹായിക്കുന്നു. ഫിഷ് ബൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. ഏതെങ്കിലും ഒന്ന് പഠിച്ചോണ്ടു. ഓക്കെ, ഭയങ്കര ഈസി അല്ലേ. ഇതോടുകൂടി സ്നെയിൽ പഠിച്ചു. നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏതാ? ഇൻവെർട്ടിബ്രേറ്റ് ആനിമൽ. എന്താ 10ാമത്തത് ഏതാണ്? എല്ലാവർക്കും അറിയാം, എന്ത്? സ്റ്റാർ ഫിഷ്. സ്റ്റാർ ഫിഷിൻ്റെ ഐഡൻറ്റിഫൈങ് ക്യാരക്ടർ എന്താ? എങ്ങനെ മനസ്സിലായി ഇത് സ്റ്റാർ ഫിഷ് ആണ്? ഐഡൻറ്റിഫൈങ് ക്യാരക്ടർ ആണ്. എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി ഇത് സ്റ്റാർ ഫിഷ് ആണ്? ഭയങ്കര സിമ്പിൾ അല്ലടാ. എന്താണ്? സ്റ്റാർ ഫിഷിന് സ്റ്റാർ ഷേപ്ഡ് ആനിമൽ, അത് മാത്രം മതി. അത് ഏത് മനുഷ്യന്മാർക്കും അറിയുന്നതാണ്. അപ്പോൾ ഇറ്റ് ഈസ് എ സ്റ്റാർ ഷേപ്ഡ് ആനിമൽ. അതിന് 5 കൈകളുണ്ട്. അത് രണ്ടും അടിപൊളിയായിട്ട് പഠിക്കുക. അഡാപ്റ്റേഷൻ ഉണ്ട്. ഇതിന് അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇവന് ട്യൂബ് ഫീറ്റ് എന്ന് പറയുന്നൊരു അവയവമുണ്ട്. അതുപയോഗിച്ചാൽ ലോക്കോമോഷനും ഫുഡ് കളക്ഷനൊക്കെ സഹായിക്കുന്നത് ട്യൂബ് ഫീറ്റ് എന്ന് പറയുന്നത്. എക്കണോമിക് ഇമ്പോർട്ടൻസ് ഉപയോഗിക്കാം. ഇതെന്ത് ചെയ്യും? യൂസ്ഡ് ആസ് എ ഫുഡ് ഇൻ സം ഏരിയാസ്. ചില ഏരിയയിൽ ഫുഡായിട്ട് ഉപയോഗിക്കുന്നു. ഇതെന്ത് ചെയ്യും? ഡ്രൈഡ്, ഉണക്കിയിട്ട് പൗഡേർഡ്, പൊടിച്ചിട്ട് എന്ത് ചെയ്യും? സോഴ്സ് ഓഫ് എ കാൽസ്യം ടു പ്ലാന്റ്സ് ഇൻ അഗ്രികൾച്ചർ. കൃഷിക്ക് ഉപയോഗിക്കുന്ന കാൽസ്യത്തിൻ്റെ വളമായിട്ട് ഇത് ഉപയോഗിക്കുക. കാൽസ്യത്തിൻ്റെ സോഴ്സ് ആയിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്. ഇത്രയേ ഉള്ളൂ സ്റ്റാർ ഫിഷ്. ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിക്കും, അപ്പോൾ പറയാം സ്റ്റാർ ഫിഷ്. എന്നിട്ട് അതിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ചോദിച്ചാൽ ചില രാജ്യങ്ങളിൽ ഇത് ഫുഡായിട്ട് ഉപയോഗിക്കുന്നു. ഇത് ഉണക്കി പൊടിച്ചിട്ട് കാൽസ്യത്തിൻ്റെ സോഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നു. എന്തിന്? അഗ്രികൾച്ചർ ഇൻഡസ്ട്രീസിൽ. പിന്നെ ഇതിൻ്റെ അഡാപ്റ്റേഷൻ ചോദിച്ചാൽ 2 ഫീറ്റ് ലോക്കോമോഷനും ഫുഡ് കളക്ഷനും സഹായിക്കുന്നുണ്ട്. എങ്ങനെ മനസ്സിലായി? അതാണ് ഐഡൻറ്റിഫൈങ് ക്യാരക്ടർ. ഐഡൻറ്റിഫൈങ് ക്യാരക്ടർ എന്താണ്? സ്റ്റാർ ഷേപ്ഡ് ആണ്. അതിന് 5 കൈകളുണ്ട് എന്നുള്ളതാണ്. ഇത്രയേ ഉള്ളൂ ഏതെന്ന് പറയുന്നത്? ഇൻവെർട്ടിബ്രേറ്റ് ആനിമൽ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പോൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഐഡൻറ്റിഫൈ ദ ഗിവൺ പിക്ചർ ഓർ ഫോട്ടോഗ്രാഫ്. തന്നിരിക്കുന്ന ഫോട്ടോയോ പിക്ചറോ നോക്കിയിട്ട് ഇൻവെർട്ടിബ്രേറ്റ് ആനിമൽ കണ്ടെത്തിയിട്ട് അത് ഐഡൻറ്റിഫൈങ് ക്യാരക്ടറോ എക്കണോമിക് ഇമ്പോർട്ടൻസോ അഡാപ്റ്റേഷനോ കണ്ടെത്തണം. ഇതിൽ നിങ്ങളോട് ആദ്യം തന്നെ നിങ്ങളോട് പറയും, സാറ് പറയും ടിക്ക് ഇട്ടോളൂ ഐഡൻറ്റിഫൈങ് ക്യാരക്ടർ. അപ്പോൾ നിങ്ങൾ ആ ജീവിയെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൻ്റെ എന്ത് കണ്ടെത്തുക? ഐഡൻറ്റിഫൈങ് ക്യാരക്ടർ കണ്ടെത്തുക. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും ആ ജീവിയെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ടിക്ക് ഇട്ടോളൂ എക്കണോമിക് ഇമ്പോർട്ടൻസ്. അപ്പോൾ ആ ജീവിയെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എന്ത് എഴുതുക? അതിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ്. എത്ര എഴുതിയാൽ മതി സുഹൃത്തുക്കളെ? 1 എഴുതിയാൽ മതി. ഐഡൻറ്റിഫൈ ചെയ്യുക. ദ ഗിവൺ സാധനം ഹൈഡ്രയാണ്, അതിൻ്റെ ഒരു എക്കണോമിക് ഇമ്പോർട്ടൻസ്. അല്ലെങ്കിൽ ദ ഗിവൺ സാധനം എർത്ത് വേമാണ്, അതിൻ്റെ ഒരു എക്കണോമിക് ഇമ്പോർട്ടൻസ്. ചിലപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ടിക്കിടാൻ പറയും അഡാപ്റ്റേഷൻ. അപ്പോൾ അഡാപ്റ്റേഷൻ മാത്രം എഴുതിയാൽ മതി. ഐഡൻറ്റിഫിക്കേഷൻ എഴുതണ്ട. ഐഡൻറ്റിഫൈ ചെയ്യണം, ഐഡൻറ്റിഫൈങ് ക്യാരക്ടർ എഴുതണ്ട എന്നുള്ളതാണ്. ഇതോടുകൂടി ഈ വീഡിയോ ലെസൺ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ അടുത്ത ക്വസ്റ്റ്യനുമായി കാണുന്നവരെ ടേക്ക് കെയർ. ബൈ.